അസ്സലാമു വയനാട്ടിൽ നമ്മൾ യാത്ര കഴിഞ്ഞ് നേരെ ഊട്ടിക്ക് പോകണയാണ്. ഊട്ടിക്ക് ബത്തേരി വഴിയാണ് പോണത്. ബത്തേരി മസനഗുഡി വഴിയാണ് പോണത്. മസനഗുഡി വഴി ഊട്ടി. ആ ക്യാപ്ഷൻ മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഈ വഴി പോയിട്ടുണ്ട് ഇതിനു മുമ്പ്. എന്നാലും ഇൻഷാല്ലാ ഇത് വേറൊരു ട്രിപ്പാണ്. ചെറുപ്പത്തിലാണ് പോയത്. ആനമോളും ആദ്യമോളും ആമിമോനൊക്കെ ചെറുപ്പത്തിൽ ഒരു 7 വർഷം മുമ്പാണ് നമ്മൾ ഈ ഗൂഡല്ലൂർ മസനഗുഡി അങ്ങനെയാണ് പോയത്. ഇവിടുന്ന് ബത്തേരി വഴിയാണ് പോണത് ഇൻഷാല്ലാ. അപ്പോൾ യാത്ര തുടങ്ങിയേക്കണെയാണ്. ഇപ്രാവശ്യം നമ്മൾ ഊട്ടി പോയിട്ട് അവിടെ 2-3 സൈറ്റ് വിസിറ്റ് ഉണ്ട്. സൈറ്റ് വിസിറ്റ് അല്ല, വ്യൂ പോയിന്റിൽ പോകും ഇൻഷാല്ലാ. വയനാട്ടിൽ ഇവിടെ പോയൊന്നുമില്ല. പിള്ളേരായിട്ട് കാറിൽ കറക്കണം തന്നെ ഇരുന്നു. പക്ഷെ അവർക്ക് ബോറടിച്ചില്ല. ബോറടിച്ചു ഞങ്ങൾക്ക് ആദ്യമൊക്കെ ബോറടിച്ച്. അമ്മിമോന ബോറടിച്ച്. അനക്ക ചെറുതായിട്ട് ബോറടിച്ച്. പക്ഷെ ഇന്നലെ എടുത്ത റൂം എങ്ങനെ ഉണ്ടായി? നമ്മളെ ഹാക്സെല്ലാം എടുത്ത് റേറ്റ് കുറവാണ്ട. നമുക്ക് ആ റൂമിൽ നിന്ന് ഇന്നലത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഏകദേശം ഒരു 1800 രൂപ നമുക്ക് കിട്ടി. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. തൊട്ട് താഴത്ത് തന്നെ ചെറിയ സിറ്റിയാണ്. പള്ളിയുണ്ട്, പിന്നെ ഹോട്ടലുണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ല സൗകര്യമാണ്. വെട്ടവും വെളിച്ചമുള്ള ഇതാണ്. മാഷാഅല്ലാഹ്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ ചെറിയ യാത്ര തുടങ്ങിയെങ്ങനെയാണ്. ഇനി ചെക്ക് പോസ്റ്റ് ഉണ്ട്, തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബോർഡറിലേക്ക് കിടക്കും ഇൻഷാല്ലാ. നല്ല രസമാണ് യാത്രയാണ്. മാഷാഅല്ലാഹ് നല്ല റോഡാണ്. KSRTC ബസ്സൊക്കെ വളഞ്ഞു വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഡയലോഗ് പറയാം. ആദ്യമോള് പഠിക്കുന്നത്, ആദ്യമോള് ഖുർആൻ ഹിഫ്സ് പഠിക്കുന്നതാണ്. അപ്പോൾ അവളുടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട്. പക്ഷെ നമ്മളൊന്നും ഇങ്ങനെ വിചാരിച്ചല്ല ഇങ്ങനെയൊക്കെ. എൻ്റെ ചെറുപ്പത്തിലൊന്നും വിചാരിച്ചില്ല. പക്ഷെ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് പ്രാർത്ഥന വേണം. പിന്നെ റബ്ബ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് അള്ളാഹു നമ്മളെ കൊണ്ട് എത്തിക്കും ഇൻഷാ അല്ലാഹ്. ബോർഡർ എത്തി തുടങ്ങി. ഊട്ടി 80 കിലോമീറ്റർ, ഗൂഡല്ലൂർ 28 കിലോമീറ്റർ, മൈസൂർ 138 കിലോമീറ്റർ. വെൽക്കം ടു തമിഴ്നാട്. ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇവിടെ. ഏറ്റവും ചെറിയ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. കേരള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് 1-2 കിലോമീറ്റർ വെറുതെ കിടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് വരുന്നത്. അതിൻ്റെ ഇടയിലാണ് ബോർഡർ. ഇവിടെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ പിടിച്ചു. ഇവിടെ ഇപ്രാവശ്യം കൈ കാണിച്ചിട്ടില്ല. 1000 രൂപയാണ് പിടിച്ചാൽ കൊടുക്കണം. മസനഗുഡി പോകുന്ന റൂട്ടാണ്. മസനഗുഡി ടു ഊട്ടി. അപ്പോൾ ഒന്ന് റൂട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയേക്കണാണ്. നല്ലൊരു പ്ലേസിലാണ് നിർത്തിയേക്കുന്നത്. അപ്പോൾ ഊണ് വാങ്ങിച്ചിട്ടുണ്ട്. വ്യൂ നല്ല നല്ല രസമുള്ള തേയിലത്തോട്ടമാണ്. മാഷാഅല്ലാഹ്. ഊണൊക്കെ റെഡിയാക്കി നിൽക്കുന്നത്. ഞാനുണ്ട്. ചാളയും മത്തിക്കറിയും. മത്തിക്കറി എന്താ ഉള്ളത്? പിന്നെ ചെറിയ ബീഫ് ഫ്രൈ ഉണ്ട്. അവിടെ ഇരിക്കാം. കണ്ടില്ലേ? അടിപൊളിയാണ്. പുല്ലയിക്കണ ക്ലിയർ ആയിട്ട്. മസനഗുഡി ടൈഗർ റിസർവ്. നമ്മള് ഫോറസ്റ്റിലേക്ക് കയറാൻ വേണ്ടി പോകണാണ്. കയറുന്ന മുമ്പ് ടീംസ് ചക്കയൊക്കെ വെക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 2 ടൈപ്പ് ചക്കയാണ്. മാഷാഅല്ലാഹ്. നല്ല ടേസ്റ്റാണ്.
എന്താ രസമല്ലേ. എവിടെ പോണ്ട് പെമ്മയിലാണ്ടെണ്ണം 3 പറക്കണം പറക്കണം. കൊള്ളാം, നൈസ് സീനാണ്. നിനക്ക് അതിന് കുഴപ്പമില്ല ആദ്യം വണ്ടി ഇതിലിട്ടേക്കണം. മിനിറ്റ് വീഡിയോഗ്രാഫർ കൊള്ളാലോ. നല്ല അതന്നെ തന്നെ കോർണർ വ്യൂ ഒക്കെ. ഓ നൈസ്. മാഷാഅല്ലാഹ്.
നമ്മൾ മസനഗുഡി കഴിഞ്ഞ് മസനഗുഡിയിൽ നിന്ന് ഊട്ടിയിലോട്ട് പോകുന്ന റൂട്ടാണ്. 30 കിലോമീറ്റർ അവിടെ നിന്ന്. ഇനി ഒരു ചുരം കയറാനുണ്ട്. നല്ലൊരു പച്ചപ്പാണ് പ്രാവശ്യം. ഇന്നത്തെ യാത്ര മാഷാഅല്ലാ സൂപ്പർ യാത്രയാണ്. ഭഗവാൻ മഹാവീർ കോശാല. മസനഗുഡി കഴിഞ്ഞ് ഊട്ടിക്ക് പോണ വഴിയാണ്. ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയേക്കണേണ്. ഇപ്പോഴാണ് വണ്ടി നിർത്തിയല്ലേ? എങ്ങനെയുണ്ട് സീനറി ഒക്കെ ഉണ്ട്? എന്തൊക്കെ ഉണ്ട് നമ്മള്? പിന്നെ ഏത് സീനെ ഇഷ്ടപ്പെട്ട്? കോഫി ആയിട്ടുണ്ട്. എന്താ ഭംഗിയില്ല മാഷാ. ഊട്ടിലേക്ക് കയറണേട്ടാ. ഇനി ഇതാണ് ചുരമാണ് ഇനിയുള്ളത്. ഈ പാസ് എടുക്കണമെന്നൊക്കെ പറയണം. അതുപോലെ നമുക്ക് പോയി നോക്കാൻ പറ്റില്ല. നമ്മൾ ഊട്ടി എത്തി. മാഷാഅല്ലാ തണുപ്പ് ഇത്തിരി കുറവാണ്. 7 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മളെ റൂമിലോട്ട്. നമ്മളെല്ലാ വർഷവും അല്ലെങ്കിൽ ഇടക്കിടക്ക് വരുമ്പോൾ എടുക്കുന്ന ഷബീർ ഖാന്റെ ലോഡ്ജാണ് നമ്മളിവിടെ നോക്കിയാൽ വിളിച്ചത് ബുക്ക് ചെയ്തേക്കണത്. നമ്മുടെ ഊട്ടിയിലെ റൂമാണ് കാണുന്നത്. അമിയോൻ നല്ല വ്യൂ ആണ് അവിടുന്ന്. കട്ടർ നോട്ടിട്ട് തുറന്നേ. നല്ല നല്ല ഇഷ്ടമായിരിക്കും. തണുത്ത കാറ്റടിക്കാം അല്ലേ? ഹൈലൈറ്റ് ആണ് ഈ ഗ്ലാസ്. നമ്മുടെ ഫ്രണ്ട് ഡോറിന്റെ ബാക്കിലുള്ളൊരു ഗ്ലാസ് ആണ്. പിന്നെ ഇത് ബാത്റൂം ഗ്ലാസ് ആണ്. ബാത്റൂമിന്റെ ഡോറാണത്. ഇതാണ് നമ്മുടെ റൂം. ഈ റൂമിൽ നമ്മൾ എവിടെ ഇറങ്ങിയിട്ടില്ല അല്ല സുമിമോളെ? നമ്മളെ പിള്ളേർക്ക് ഇവിടെ കറങ്ങണ്ട.
ഇവിടെ തന്നെ ഇങ്ങനെ സംസാരിച്ച് കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണം പാർസൽ വാങ്ങിച്ച് ഇവിടെ തന്നെ കഴിച്ച് ഇങ്ങനെ പോണേന്നു. മാഷാ കറങ്ങിയല്ലോ, ഇന്നലെ കറക്കുക തന്നെയായിരുന്നു. വാ അത് ബാഗ് കൊണ്ട് വെക്കാടാ. വാപ്പിനോട് ഒന്നുമില്ലെങ്കിൽ